ഹായ് ഹലോ, ഷിജിയാണ് കേട്ടോ. കൊലച്ചൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കരുതുക ഇതുപോലെ ഒരു പീസ് പൈപ്പ് എടുക്കാനുണ്ടോ? ഇനി ഒരു 10 രൂപ കൊടുത്ത് ഒരു കൊച്ചങ്കയർ കൂടി വാങ്ങാനുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിനെയൊക്കെ നല്ല അടിപൊളിയായി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റിനെ കുറിച്ച് പരിചയപ്പെടുകയും ചെയ്യാം, അതിനെ ഒന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യാം. പോയാലോ വീഡിയോയിലേക്ക്. ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾക്കറിയാമോ? നല്ല അടിപൊളിയായിട്ട് ലീഫിലൊരു പ്രത്യേക സ്ട്രക്ചറൊക്കെയുള്ള പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പേരാണ് മോൺസ്റ്റെറ പെറു. ഈ മോൺസ്റ്റെറ പെറു പ്ലാന്റിനെ കുറിച്ച് 2 വാക്ക്. വളരെ ഭംഗിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, അതേപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്തും വളർത്താം. ഇനി ഇതിനെ നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താം, ഔട്ട്ഡോർ ആയിട്ടും വളർത്താം. മോൺസ്റ്റെറ ഫാമിലിയിൽപ്പെടുന്ന ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. മെയിനായിട്ട് മോൺസ്റ്റെറ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സുകൾക്ക് വരുന്നത് ഇതുപോലെ ഫെനസ്ട്രേഷൻസ് ഉണ്ടാവും. ഫെനസ്ട്രേഷൻസ് എന്ന് വെച്ചാൽ ഇതുപോലെ ഹോൾസുകൾ ഉണ്ടാവും. ഇതുപോലെ ഫെനസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പ്ലാന്റാണ് മോൺസ്റ്റെറ പെറു പ്ലാന്റ്. നമ്മുടെ അരോയിഡ് പ്ലാന്റ്സിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. നല്ലൊരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഈ മോൺസ്റ്റെറ പെറു പ്ലാന്റ്. മോൺസ്റ്റെറ പെറു പ്ലാന്റിനെ നമുക്ക് ഇതുപോലെ മണി പ്ലാന്റ്സ് ഒക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നത് പോലെ വളർത്താം. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോൺസ്റ്റെറ പെറുവിനെ നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്തുന്നതായിരിക്കും നല്ലത്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സപ്പോർട്ടിൽ കയറുന്നതിനനുസരിച്ച് അതിൻ്റെ ലീഫിൻ്റെ സൈസ് കൂടി വരും. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമ്മുടെ മണി പ്ലാന്റ്സിനെ പോലെ അത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ മോൺസ്റ്റെറ പെറു പ്ലാന്റ് വളരാറില്ല. അതിൻ്റെ വളർച്ച കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ മോൺസ്റ്റെറ പെറു പ്ലാന്റ്സ് കുറേ കട്ടിങ്സ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നമുക്കൊരു ഒറ്റ പോട്ടിലാക്കി എടുക്കാം. അതോടൊപ്പം നല്ലൊരു പോട്ടിംഗ് മിക്സ് എങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാം, എത്രത്തോളം ഇതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. മോൺസ്റ്റെറ പ്ലാന്റ്സിൻ്റെ കുറേ കട്ടിങ്സ് ഇവിടെ പ്രൊപ്പഗേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ എല്ലാം പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നമ്മളൊരു പോട്ടിലാക്കി നല്ല ഒരു പോട്ടിംഗ് മിക്സ് കൂടെയൊക്കെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ട്രെലീസ് കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ഭംഗിയിൽ പിടിച്ച് കയറിക്കോളും. അപ്പോൾ നമ്മൾ ചെടി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പണിയുണ്ട്. മറ്റൊന്നുമല്ല, ഇതുപോലത്തെ പൈപ്പ് എടുക്കുക. ഈ പൈപ്പിൽ നമ്മൾ ഇവിടെയായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു കയർ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇവിടെയായിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിൽ കൂടെ ഈ ഒരു കയറിനെ കയറ്റിയിട്ട് ഇവിടെയായിട്ട് നമ്മളൊരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇളകി പോകാതെ അവിടെ തന്നെ ഇരിക്കും. ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കും. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കയറ് ചുറ്റിയെടുക്കുക. ഈ അടിഭാഗം മാത്രം കുറച്ച് ഭാഗം ഒന്ന് ചുറ്റാതിരിക്കുക. ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാട്ട് ഒഴിച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. നമ്മൾ ഏതൊരു സപ്പോർട്ടിംഗ് പ്ലാന്റിനും ഇതുപോലെ നമ്മൾ പൈപ്പ് വാങ്ങിയിട്ട് ഇതുപോലെ കയറ് ചുറ്റിയെടുത്താൽ ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നല്ല ഹൈറ്റിലാണ് വരുന്നതെങ്കിൽ ആ പ്ലാന്റ് ഇതിൽ നന്നായിട്ട് പിടിച്ച് കയറുകയും ചെയ്യും. അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചതായത് ഇപ്പോൾ അത്യാവശ്യം ഓരോ ഇത് നല്ല ലെങ്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് നല്ല ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും. ഇങ്ങനെ നമ്മളത് ഇതുപോലെ ഒരു ഒറ്റ കട്ടിങ്സാണ് നമ്മൾ ഇതുപോലെ സപ്പോർട്ട് കയറ്റി വളർത്തുന്നതെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ച് വളർത്തണം. നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്ന അതേ രീതിയിൽ ഇതിൻ്റെ ഓരോ നോഡിൽ നിന്നും റൂട്ട് വരും. ഇത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം റൂട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒത്തിരി കട്ടിങ്സുകൾ ഒരുമിച്ച് ഒരു പോട്ടിംഗ് മിക്സിലോട്ട് നട്ട് കൊടുത്താൽ നല്ല ഭംഗിയിൽ തിക്കായിട്ട് ഇത് വളർന്നു വരും. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, ഇതിലൊരു പ്രത്യേക സ്ട്രക്ചറാണ്. വെയിൻസൊക്കെ ഇങ്ങനെ ഒരു ബബിൾസ് പോലെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. അത് തന്നെയാണ് ഈ ഒരു ലീഫിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക് ലീഫ് പോലെയൊക്കെ തോന്നുകയും ചെയ്യും. ഇതൊരു അരോയിഡ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് നല്ല ലൂസായിട്ടുള്ള ഒരു അരോയിഡ് രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് വേണം. നമ്മൾ അരോയിഡ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റിന് കൊടുക്കാൻ. അതായത് നല്ല ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്, നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകളുടെ ഇടയിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഇത് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ മഞ്ഞിച്ച് ലീഫൊക്കെ കരിഞ്ഞ് ഒരു ഭംഗിയില്ലാതെ വളർന്നു വരികയും ചെയ്യും. ഇതിന് നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസറും കൊടുക്കാം, കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഇത്. ഇനി നമ്മൾ ഇൻഡോർ ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് NPK 19 ഒക്കെ നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കലർത്തിയതിന് ശേഷം ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഔട്ട്ഡോർ ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ടുള്ള കമ്പോസ്റ്റും ഉണക്ക ചാണകവും ഒക്കെ കൊടുക്കാം. അതോടൊപ്പം തന്നെ മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് NPK കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടുകൂടി ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിന് നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി അതിലോട്ടൊന്ന് നട്ട് കൊടുക്കാം.
അപ്പോൾ അതിനായിട്ട് നമ്മൾ വലിയൊരു പോട്ട് എടുക്കുക. ഇതൊരു 10 ഇഞ്ചിൻ്റെ പൊട്ടാണ്. അപ്പോൾ ഒരു പോട്ട് എടുത്തിട്ട് അതിൽ ഉള്ളതിലും കൂടുതൽ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആവശ്യമാണ് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്രെയിനേജ് സിസ്റ്റം അടയാതിരിക്കുന്നതിനായിട്ട് ചുവട്ടിലായിട്ട് നമുക്ക് ഇതുപോലുള്ള കട്ടകളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. മണ്ണിലോട്ട് നമ്മൾ കുറച്ച് ഉമി ചേർത്ത് കൊടുക്കാം. മണ്ണ് നല്ല ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉമി ചേർക്കുന്നത്. ഒരു പിടി വേപ്പൻ പിണ്ണാക്ക്, കുറച്ച് പേർലൈറ്റ്. ഇത് നല്ല ഒരു എയറേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേർലൈറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു എമൗണ്ടിൽ നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലുപൊടി നല്ലതാണ് നമ്മൾ ഇതിനൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കൊക്കോ പിറ്റൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും കൊക്കോ ചിപ്സാണ് നമ്മുടെ ഈ ഒരു അരോയിഡ് പ്ലാന്റിന് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ കൊക്കോ ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊക്കോ പിറ്റ്, കുതിർത്ത കൊക്കോ പിറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നു. മണലും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഇത് വെച്ച് കൊടുക്കണം. സൈഡിലായിട്ട് ഇതുപോലെ ഇത് വെച്ചിട്ട് നമ്മളിതിൽ മണ്ണ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ മണ്ണൊക്കെ സെറ്റ് ചെയ്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഇതിൻ്റെ സൈഡിലായിട്ട് നട്ടു കൊടുക്കാം. എല്ലാ പ്ലാന്റിനും ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിനെ ഒന്ന് ടൈറാപ്പൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നട്ടുകൊടുത്ത് ഇനി ഇതിനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഈ ഒരു സപ്പോർട്ടിലോട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി കട്ടിങ്സുകൾ വെച്ചാലും മതി. കട്ടിങ്സ് വെള്ളത്തിൽ ഇട്ട് കൊടുപ്പിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഒരു സപ്പോർട്ടൊക്കെ വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലത്തെ മോൺസ്റ്റേറ പ്ലാന്റ്സുകളെ അതുപോലെ അരോയിഡ് പ്ലാന്റുകളെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഒത്തിരി പ്ലാന്റ്സുകളുടെ ഇടയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ കിട്ടി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഇതുപോലെ നമ്മൾ ഒത്തിരി പ്ലാന്റ്സുകളുടെ ഇടയിൽ വേണം ഇതുപോലത്തെ അരോയിഡ് പ്ലാന്റ്സുകളെ സെറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ ആയിരിക്കില്ലേ? ഇതുപോലെ ഒത്തിരി പ്ലാന്റ്സുകൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ പോളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ പ്ലാന്റ് അതിൽ പിടിച്ച് കയറിക്കോളും. അപ്പോൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലാന്റ് വലിയ ലീഫുകളോടുകൂടി വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത്ര മനോഹരമായി നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും ഹാങ്ങിങ് ആയും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഈ മോൺസ്റ്റേറ പെറു എന്നുള്ള പ്ലാന്റ് എവിടെ കണ്ടാലും കൂടെ കൂട്ടാൻ മറക്കണ്ട. അക്കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തന്നെ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.